ചടയമംഗലം പഞ്ചായത്തിലെ പോരേടം കണ്ണംപാറ പാറക്വാറിയിൽ നിന്നും രാവിലെ വലിയ തോതിലുള്ള ലോഡുമായി ഇറങ്ങി വന്ന ഒരു വാഹനം ബ്രേക്ക് നഷ്ടപ്പെട്ട് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയും ഈ റോഡിൻ്റെ സൈഡിലുള്ള മതിലും അതുപോലെ തന്നെ ടെലിഫോൺ പോസ്റ്റും ഉൾപ്പെടെ ഇടിച്ച് തകർത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് നേരത്തെ നമ്മൾ ലൈവായിട്ട് തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഒത്തുകൂടി, വാർഡ് മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകൾ ഒത്തുകൂടിയിട്ട് ഇവിടെ വലിയ തോതിൽ പ്രതികരിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വാർത്തകൾ കൂടി ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. ഇത്തരത്തിൽ രണ്ട് വാഹനങ്ങൾ കൊരുത്തിരിക്കുന്ന അവസ്ഥയാണ്. ഇതൊരു പക്ഷേ ആ പോസ്റ്റും അതിലൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ തൊട്ട് താഴെയായി ഇവിടെ ഒരു സ്ത്രീ തുണി വിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവരിലേക്ക് ഇത് ഇടിച്ചു കയറുമായിരുന്നു എന്നൊക്കെയാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് പറയാം. ഞങ്ങളുടെ വീടുകളെല്ലാം അടിപൊളി. നിങ്ങളുടെയൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഒരു മനുഷ്യരുടെയും വ്യക്തികൾ ഈ പരിസരത്ത് താമസിക്കുന്നില്ല. ഈ പരിസരത്ത് താമസിക്കുന്ന ഞങ്ങൾ 5-6 വീട്ടുകാരേ ഉള്ളൂ. അവർക്കാണ് ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇനി എവിടെ കൊണ്ട് പറയും, രാഷ്ട്രീയക്കാർ മൊത്തം അവരുടെ ഒപ്പം. ഞങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു നിർത്തില്ല. ഈസ്റ്ററായിട്ട് ഇന്നലെ പൊട്ടിച്ച് ഞങ്ങൾ കണ്ണീര് പൊഴിച്ചൂടെ. കാരണം പെരയ്ക്കാതിരിക്കാൻ വയ്യാതെ ഞങ്ങൾ ഇറങ്ങി ഓടി ഇവിടെ വന്നിരുന്നു. അറിയാമോ, പെരയ്ക്കാതിരിക്കാൻ വയ്യാതെ വീട്ടിലുള്ളവർ ഇറങ്ങി അവിടെ ഇവിടെ പോയി നിൽക്കുക. ആ വിഷയം പരിഹരിക്കേ. അല്ല, ഒരാള് പറയുന്നു ഇതില്ല എന്ന് പറയും. അങ്ങനെയാണ് താങ്കൾ എന്നെ ഓർഡർ ആണെങ്കിൽ അല്ല, പേപ്പർ വണ്ടി കാണുമെന്നല്ലേ നിയമം? പേപ്പർ ഫോട്ടോ സ്റ്റാറ്റെങ്കിലും കാണണ്ടേ? ഫോട്ടോ സ്റ്റാറ്റ് അല്ല, ഓൺലൈൻ കാണിക്കേ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇപ്പൊ ഈ സംശയം, പൊതുസമൂഹത്തിന് സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കാണിക്കേ. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്നിട്ട് പിന്നെ കാണിക്കുന്നത് അദ്ദേഹം പറയുന്നു ഇല്ല എന്ന് പറയുന്നു. ഞങ്ങളുടെ ജീവനൊന്നും യാതൊരു സുരക്ഷയില്ല. ഇതെല്ലാം പാറകളെല്ലാം പൊട്ടിത്തെറിക്കുക ഈ വീടിന്റെ മേളില്. കഴിഞ്ഞ പെരുന്നാളിന്റെ അന്ന് ഇവിടെ ഭയങ്കര പൊട്ടിയിൽ നടത്തി. ചടങ്ങൽ സ്റ്റേഷനിൽ പോലീസ് ഇവിടെ വന്ന് ഇവിടെ ഈ പരിസരം മൊത്തം ആള് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർ പോലും ചേർത്തെന്ന് അവരെ ചീത്ത വിളിച്ചു. ഭാഗ്യം കൊണ്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. ഒരു 3-4 ദിവസം മുമ്പേ ഞങ്ങൾ ഈ പരിസരത്ത് കാരണം 2 വണ്ടിക്ക് പോകാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടോ? ഈ ലൈസൻസ് കൊടുക്കുന്നവർ അതൊക്കെ ഒന്ന് നോക്കണ്ടായേ. പഞ്ചായത്ത് റോഡിന് 2 വണ്ടി കടന്നു പോകാനുള്ള വഴിയുണ്ടോ എന്നെങ്കിലും അവിടെ ഈ ലൈസൻസ് കൊടുക്കുന്ന ആൾക്കാരൊന്നും നോക്കണ്ടായേ. ഡിക്കറ്റ്സ് വരുമെന്നറിയാം. അത് അടിച്ചു നോക്കുമ്പോൾ ഇതിനകത്ത് വല്ല ഉണ്ടോന്ന് ഇപ്പൊ തന്നെ അറിയാം. അങ്ങനെ ആ സംശയം കയറിയുണ്ടേ. അതില്ല ഇല്ലാന്ന് ഇദ്ദേഹത്തിന്റെ ഡ്രൈവറാണെങ്കിൽ മൊബൈൽ കാണുമല്ലോ. അത് ജീവിക്കാൻ യാതൊരു വെഹിക്കിൾ ഒന്ന് പരിശോധിക്കട്ടെ. ആലപ്പുഴയിലെ വർക്ക്ഷോപ്പിൽ ആള് വരും. അദ്ദേഹം പറയുന്നു ഇതിനകത്ത് ഇതെല്ലാം ഇപ്പൊ സുതാര്യമാണ്, കാണാൻ കഴിയും. ഇതിലില്ല, പേപ്പറില്ല. അപ്പൊ ഒരാൾ ഇനി അവിടെ കൊണ്ടുപോയിട്ട് കാര്യം എന്തിനാ? പാരിപ്പള്ളി പോയി 58 കിലോമീറ്റർ അടിച്ചു കൊടുത്തേക്കുവാ. അല്ല, പേപ്പർ ഇല്ല എന്ന് പറയുമ്പോ സ്വാഭാവിക പേപ്പർ ഉണ്ട്, അങ്ങ് മുതലാളിയും കൊണ്ടുപോകണം പറയുന്നത് ന്യായമല്ല. ഇദ്ദേഹം ഇല്ല എന്ന് പറയുമ്പോൾ ഒന്ന് ബോധ്യപ്പെടുത്തുന്ന സുഹൃത്തെ. ഇദ്ദേഹം ആരാ? ഇതേ ഈ മതിൽ പോയ ആളാണ്. അയാൾ അവിടെ തുണി കഴിയായിരുന്നു. അങ്ങനെ അതും തന്നെയാണ്. ഒരു വാഹനം ഓടുമ്പോ ഈ സാധനം ഇപ്പൊ എല്ലാം ഡ്രൈവറെ കൈ കാണുന്ന, മൊബൈൽ കാണുന്ന ഇതിൽ തന്നെ വ്യക്തമല്ലേ? ഡ്രൈവറിന്റെ മൊബൈലിൽ സാധനം പേപ്പർ ഇല്ലാന്ന് പറയുന്നു. ഈ വാഹനത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നും ഇത് അമിത ലോഡുമായിട്ടാണ് ഈ വാഹനം വന്നതെന്നും നാട്ടുകാർ ആരോപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ട് ഈ വാഹന ഉടമയെ ബന്ധപ്പെടുകയും ഈ വാഹന ഉടമയോട് ഇതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഈ വാഹനത്തെയും ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ പാറക്വാറിയിലേക്ക് 8 മീറ്റർ റോഡാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിലും ഇതിൽ പഞ്ചായത്തിന് അവകാശപ്പെട്ട റോഡ് അവർ കൃത്യമായി കല്ലിട്ട് തിരിച്ചു മാറ്റുകയും അതുവഴി വാഹനങ്ങൾ പോകാതിരിക്കാനുള്ള സംവിധാനം ചടയമംഗലം പഞ്ചായത്ത് ഏർപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 4 മീറ്റർ റോഡിലൂടെ മാത്രമാണ് ഈ വാഹനങ്ങൾ പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. 2 വാഹനങ്ങൾ ഒന്നിച്ചു പോകാനുള്ള ഇടമില്ലാത്ത സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ വളരെ അടിയന്തരമായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണം എന്ന് തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത്. എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.